ഗായ്സ് നമ്മളിപ്പോൾ തിരുവനന്തപുരത്താണ്. നമ്മുടെ ഡുണ്ടു നമ്മുടെ മാമിൻ്റെ വീട്ടിലേക്ക് വന്നത്. അവിടെ പൊങ്കാലൊക്കെ ഇല്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അമ്പലത്തിലാണ്. ആറ്റുകാല അമ്പലത്തിൽ അല്ലേ? ആറ്റുകാലം അമ്മ അവിടെ ഫോട്ടോ എടുക്കടാ. അമ്പലത്തിലേക്ക് കയറി കഴിഞ്ഞു അറിഞ്ഞു. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടാണ് തൊഴാനായിട്ട്. കണ്ടു ഗായ്സ്. ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതു, ചോറ് കഴിച്ചു. ഇത് ഇവിടെ പുറത്താ അതുകൊണ്ട് ഭയങ്കര വിഷമത്തില്. എന്താന്ന് പറയട്ടെ, ഹായ് ഗായ്സ്. ഞങ്ങളെ കലം അങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ വന്ന പൊങ്കാല വെക്കാനായിട്ട് ഇവിടെ നടക്കുക. ഭയങ്കര ബ്ലോക്ക്. എത്ര മണിയാ മാമ? 4 മണി കേട്ടുള്ളൂ. നല്ല തിരക്കുള്ളൂ. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ തിരുവനന്തപുരത്താണ് കേട്ടോ. നമ്മള് ഇവളുടെ വീട്ടിലേക്ക് വന്ന. ഇത് മാമൻ്റെ ഉണ്ണി ഡുണ്ടു. അപ്പോൾ ഇന്ന് പൊങ്കലാണ്, അച്ചുക്കാൽ പൊങ്കാല സംഭവം. നമ്മൾ രാവിലെ 2 മണിക്കൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വന്നു. എവിടെ? ഈസ്റ്റ് ഫോർട്ട്. അത് ഇന്നലത്തെ അല്ലേ? അത് ഇന്നലെ പോയത് ഇവിടെ അറിയണം. അപ്പം നമ്മൾ പോയതാ അവിടെ. ആറ്റുകാൽ പൊങ്കല അതല്ല. അപ്പം നമ്മൾ രാവിലെ നേരത്തേക്ക് വന്നിട്ട് അതിൻ്റെ കല്ലൊക്കെ വെച്ചു. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇറങ്ങിട്ടോ. ഓക്കെ, അപ്പോൾ സാധനങ്ങൾ ചെയ്യുമ്പോൾ കാണിച്ചാലേ. നമ്മള് റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോയി പോവാനുള്ള ടിക്കറ്റ് എടുക്കാൻ. മണ്ടന്മാര് ടിക്കറ്റിന് 3 മണിക്കൂർ വാലിഡിറ്റി ഉള്ളൂ. നമ്മള് തിരിച്ച് നടന്ന് വയ്യാണ്ട്. അപ്പൊ നമ്മളിവിടെ ഇരുന്നു. അപ്പുറത്തൊക്കെ ഇതുപോലെ ഇവരിവിടെ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വെള്ളം കളഞ്ഞു ചെറിയ. ഹായ് ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ നമ്മൾ കൊടുത്തിരിക്കുകയാണ്.
അമ്മേ നാരായണ മറ്റാരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോ വരുന്ന കാത്തിട്ടാണ് രചനമാമയുടെ പൊങ്കാല തളച്ച് പുറത്ത് പോയി. ഡുണ്ടുനെ ആരും അങ്ങോട്ട് കൊണ്ടുപോയില്ല. ഡുണ്ടു അത്ര നല്ല കുറുമ്പ കയ്യില് അവിടെ വല്ല തീപിടുത്തം നടക്കുമ്പോളാ കൊണ്ടുപോയ. ദോശ കഴിക്കാൻ വന്നാ ഡുണ്ടുനെ വിശന്നിട്ട് കരച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ദോശക്ക് വന്നു. ദോശ കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ ദോശയൊക്കെ കഴിച്ചു. ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ ദോശയായിരുന്നു. നമ്മളിനി പൊങ്കാല ഇടുന്ന ടീംസിന്റെ നമ്മുടെ ടീംസിന്റെ അടുത്ത് പോവാം. നമ്മൾ ഇറങ്ങിയപ്പോ തന്നെ കണ്ണിലൊക്കെ ഒറിജിനൽ ആയതുകൊണ്ട് അങ്ങനെ വരുന്നു. ഞാനുണ്ടല്ലോ വീട്ടില് പണിയെടുക്കാൻ മടിക്കാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്ന അമ്മയുടെ വല്യമ്മയുടെ കൂടെ. ഇവിടെ വന്നേ പിന്നെ ഉറങ്ങിയിട്ടില്ല. 2 ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല. കണ്ണ് കണ്ടില്ലേ, ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ട്രെയിനിൽ അങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ അറിയില്ല. അമ്മക്കവിടെ സുഖമായി ഉറങ്ങും. ശരി എന്നാ, ബൈ.